ശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ്. സ്ഥാനാർത്ഥികൾ ഓരോ വോട്ടും ഉറപ്പിക്കുക എന്നുള്ളതാണ് അവസാന ഘട്ടത്തിൽ ലക്ഷ്യം വെക്കുന്നത്. നമ്മളോടൊപ്പം കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. അവസാനഘട്ട മണിക്കൂറുകളാണ്. എത്രത്തോളം ഉണ്ട് ഇതിന്റെ പ്രതീക്ഷ? എങ്ങനെയുണ്ട് അവസാന ഘട്ടത്തിൽ ഈ വോട്ടർമാരുടെ അഭിപ്രായം? ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാര പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചപ്പോൾ ഉണ്ടായിരുന്നതിന്റെ 10 മടങ്ങ് ആത്മവിശ്വാസമാണ് ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കുമ്പോഴുള്ളത്. കഴിഞ്ഞ ദിവസത്തെ കലാശക്കൊട്ട് മാത്രം, കലാശക്കൊട്ട് ഒരിക്കലും തെരഞ്ഞെടുപ്പിന്റെ സ്വാധീനിക ഘടകമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നയാളല്ല. പക്ഷെ സാധാരണഗതിയിൽ എപ്പോഴും കലാശക്കൊട്ടൊക്കെ നടക്കുമ്പോൾ CPMന്റെ ഒരു വലിയ അപ്രമാദിത്വം പ്രകടമാകാറുണ്ട്. പക്ഷെ ഞാൻ ഇന്നലെ പരിശോധിച്ചപ്പോൾ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന പ്രചരണത്തിന്റെ അവസാനത്തിന്റെ ഭാഗമായി നടന്ന കലാശക്കൊട്ട് പരിപാടിയിലൊക്കെ UDFന് നല്ല മേൽക്കൈ എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നല്ല മേൽക്കൈ നേടാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിലയിരുത്തൽ. അപ്പോൾ അത്രയ്ക്ക് പ്രവർത്തകരും സാധാരണ പ്രവർത്തകരും സംഘടനാ സംവിധാനവുമൊക്കെ ഉണർന്ന് ഉഷാറായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നല്ല ആത്മവിശ്വാസമുണ്ട്. അമിതമായ ആത്മവിശ്വാസത്തിൻ്റെ ആലസ്യവും ഞങ്ങൾക്ക് പലരിലും ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതിൻ്റെ പോരായ്മയാണ് ഞങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എങ്ങനെയായാലും ജയിക്കും, വർക്ക് ചെയ്തില്ലെങ്കിലും ജയിക്കും എന്നുള്ള നിലയിലുള്ള ഒരു ആലസ്യം പല കേന്ദ്രങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത് മാറ്റിയെടുക്കാൻ നല്ല പരിശ്രമം നമുക്ക് പരാജയപ്പെടുത്താൻ CPMന്റെ സംഘടനാ സംവിധാനം മുഴുവനായി തന്നെ ഉപയോഗിക്കുന്നുണ്ട്. CPM പറയുന്നത് CPMന്റെ സംഘടനാ സംവിധാനവും ആക്ടർ നിലയിലുള്ള M മുകേഷിന്റെ പ്രകടനവും അത് രണ്ടു കൂടിയാവുമ്പോൾ ഈ പറയുന്ന വ്യക്തിപ്രഭാവത്തെ മറികടക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇല്ല, അവരെ വ്യക്തിപ്രഭാവമല്ലല്ലോ ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം. അവരെ സംബന്ധിച്ച് NK പ്രേമൻ എന്ന വ്യക്തിയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. രാഷ്ട്രീയവാദം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അവരിപ്പോഴും രാഷ്ട്രീയം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. സ്ഥാനാർത്ഥി ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്, നിഷേധിക്കുന്നത്. പക്ഷേ സ്ഥാനാർത്ഥി മാത്രം ഘടകമായതുകൊണ്ട് ഒരിക്കലും തെരഞ്ഞെടുപ്പ് വിജയിക്കാക്കൂല. രാഷ്ട്രീയ പശ്ചാത്തലം പൂർണ്ണമായും UDFന് അനുകൂലമാണ്. അവരെക്കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നത് നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. കാരണം PB മെമ്പറേയും സംസ്ഥാന സെക്രട്ടറി മെമ്പറേയും പരാജയപ്പെടുത്തിയ 2 തെരഞ്ഞെടുപ്പുകളാണ്. സ്വാഭാവികമായി അവർക്ക് ഒരു അഭിമാന പോരാട്ടമാണ്. ആ തെരഞ്ഞെടുപ്പിൽ CPM അത്തരത്തിലൊരു രീതിയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് പോകുന്നതിനെ കുറ്റം പറയാൻ നമുക്ക് കഴിയുമോ? അതാണ് ഞാൻ പറഞ്ഞത്. അവരിപ്പോഴും രാഷ്ട്രീയമായി പ്രശ്നങ്ങളെ കാണാൻ കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് അവർക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റും. അവരാദ്യം അവരുടെ നയങ്ങളും നിലപാടുകളും പുനഃപരിശോധിക്കണം. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ദേശീയ രാഷ്ട്രീയം പരിശോധിച്ചാൽ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് RSSും സംഘ് പരിവാറും പോലും പറഞ്ഞ് പഴകി തുരുമ്പിച്ച ഒരു പദപ്രയോഗം. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം ദേശീയ തലത്തിലല്ല അന്തർദേശീയ തലത്തിൽ പേരെടുത്തിട്ടുള്ള ലോക നേതാക്കളുടെ പട്ടികയിൽ ഒരാളാണിപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി. 6000-ലധികം കിലോമീറ്റർ രാജ്യത്തൊട്ടാകെ സഞ്ചരിച്ച് ഇന്ത്യയുടെ മനസ്സും വികാരവും ഒക്കെ നെഞ്ചോട് ചേർത്ത് വെച്ചൊരു മനുഷ്യൻ 55 മണിക്കൂർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അദ്ദേഹം ചോദ്യം ചെയ്തിട്ട് കുലുങ്ങിയില്ല. BJPയുടെ കോംപ്രമൈസ് ചെയ്തില്ല, പോയി സന്ധി ചെയ്തില്ല, പോയി മാപ്പ് പറഞ്ഞില്ല. 55 മണിക്കൂർ ചോദ്യം ചെയ്തിട്ടും BJPക്കെതിരായിട്ടുള്ള വിമർശനത്തിന്റെ കൂരമ്പ് അല്ലെങ്കിൽ അമ്പിന്റെ മുന മൂർച്ച കൂട്ടിയതല്ലാതെ 1 ഇഞ്ച് പുറകോട്ട് പോയില്ല. എത്ര പേരാണ് EDയെ പേടിച്ച്, ഇൻകം ടാക്സിനെ പേടിച്ച്, CBI പേടിച്ചിട്ട് BJP ചേരുന്നത്, അല്ലെങ്കിൽ നിശബ്ദരായി? ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള ധീരനായ രാജ്യം പ്രതീക്ഷയോടെ പ്രത്യാശയോടുകൂടി മതേതര ഇന്ത്യ നോക്കിക്കാണുന്ന രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളെക്കുറിച്ച് BJPയും സംഘ് പരിവാറും ഇന്നലകളിൽ പറഞ്ഞ വളരെ അപകീർത്തികരമായിട്ടുള്ളൊരു പരാമർശം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറയുക, ഏറ്റുപിടിച്ച് PV അൻവർ പറയുക, PV അൻവറിനെ ന്യായീകരിച്ചുകൊണ്ട് വീണ്ടും മുഖ്യമന്ത്രി പറയുക എന്ന് പറഞ്ഞാൽ ഇവരുടെ മനസ്സെന്താണ്? മുഖ്യമന്ത്രിയുടെ മനസ്സിന്റെ രാഷ്ട്രീയം എന്താണ്? ഞങ്ങൾക്ക് അത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അവിടെയാണ് ഞങ്ങൾ പറയുന്നത് ഇത് നല്ലതുപോലെ ഇന്ന് ജനങ്ങൾക്ക് അവിടെ അവർ പ്രതിരോധത്തിലാകുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ CPMന്റെ സിഗ്നിഫിക്കൻസ് നഷ്ടപ്പെട്ടു എന്നാണ് അതിന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദേശീയ രാഷ്ട്രീയം പറയാൻ ഒക്കില്ല, കേരള രാഷ്ട്രീയം പറയാം. ഇപ്പം ഞാൻ നിൽക്കുന്ന കശുവണ്ടി ഫാക്ടറിയിലാണ്. ഇവിടെ 5 മാസം കശുവണ്ടി തൊഴിലാളിയുടെ പെൻഷൻ കുടിശ്ശികയാണ്. എന്ത് രാഷ്ട്രീയം പറയാം? അവരുടെ രാഷ്ട്രീയം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? 5 മാസമായി കശുവണ്ടി തൊഴിലാളികളുടെ പെൻഷൻ കുടിശ്ശികയാണ്. 8 വർഷമായി അവരുടെ മിനിമം കൂലി പുതുക്കി നിശ്ചയിച്ചിട്ടില്ല. ഇപ്പോൾ പുതുക്കി നിശ്ചയിച്ചു 23%. ഇതേവരെ കൊടുത്തിട്ടില്ല, കൊടുക്കാനൊരു നടപടിയില്ല. ആ തൊഴിലാളികളോട് പോയി എന്ത് രാഷ്ട്രീയം അവർ പറയാൻ പോകുന്നത്? സംസ്ഥാന ഗവൺമെന്റ് നേട്ടങ്ങളായി എന്താ 2 പെൻഷൻ അവർ വാങ്ങിക്കൊണ്ടിരുന്നു, 3 പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്നു. പിണറായി വിജയൻ ഗവൺമെന്റ് വന്നതിന് ശേഷം ആ പെൻഷൻ ഒറ്റ പെൻഷനാക്കിയിട്ട് കുറച്ചു. വലിയ രീതിയിൽ ഈ വോട്ടർമാരെ സ്വാധീനിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങൾ. ഒന്ന്, നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരായിട്ടുള്ള അതിശക്തമായ ജനവികാരം. അതുപോലെ ശക്തമായ ജനവികാരമാണ് പിണറായി വിജയനും ഈ ഗവൺമെന്റിനും എതിരായിട്ടുള്ള വികാരം. ഈ 2 ഘടകങ്ങളും പ്രധാനപ്പെട്ടതാണ്. ഈ 2 ഘടകങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്ട് ചെയ്യും. അതിന്റെ ഫലമായി തന്നെയാണ് കേരളത്തിലെ 20 ലോക്സഭാ സീറ്റുകളിൽ 20 നിങ്ങൾ എഴുതി വെച്ചോ
20 ലോക്സഭാ സീറ്റും കിട്ടും. അതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നതാണ് തൃശ്ശൂർ, അതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നതാണ് ഒരു പരിധിവരെ വടകര. ആ സീറ്റുകളിലൊക്കെ വലിയ ഷാഫി പറമ്പിലൊക്കെ നടത്തിയ മുന്നേറ്റം, അത്ഭുതകരമായ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലൊക്കെ നടത്തിയ മുന്നേറ്റം ഭയങ്കര. സ്ഥലങ്ങളിൽ ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ CPM വലിയ ശ്രമം നടത്തിയിരുന്നു എന്നുള്ളത്. കാരണം മുഖ്യമന്ത്രി അടക്കം അതിന്റെ പ്രചരണത്തിന്റെ ചുമതല ചുക്കാൻ പിടിച്ചു എന്നുള്ളതാണ്. കൊല്ലത്തും അതേ രീതിയിലുള്ള പ്രചരണം, കൊല്ലം പ്രധാന ഫോക്കസ് ഏരിയ ആയിരുന്നു. ആ പ്രചരണം കൊല്ലത്ത് കൊല്ലത്ത് ഈ തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ട് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവർ സ്ട്രാറ്റജി ഫിക്സ് ചെയ്തു, അവർ നറേറ്റീവ് ഫിക്സ് ചെയ്തു. എന്താ നറേറ്റീവ്? ഞാൻ ജയിച്ചാൽ BJP പോവും, നരേന്ദ്രമോദി മന്ത്രിസഭയിൽ അംഗമാകും. ഇത് മുസ്ലിം ക്രൈസ്തവ മതന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ പ്രചരിപ്പിക്കുന്ന ജോലിയാണ് ഈ പാർട്ടിക്ക്. അതാണ് നമ്മൾ ഈ പാർട്ടി എന്ത് രാഷ്ട്രീയമാണ് കാണുന്നത്. ഇതാ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ രാജ്യത്ത് നിലനിൽക്കുന്നു. ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു, ഹേമന്ത് സോറൻ 2 മുഖ്യമന്ത്രിമാർ ജയിലിലാണ്. ഇത്തരം ഗൗരവതരമായ അതുപോലെ തന്നെ AICCയുടെ അക്കൗണ്ട് മരവിപ്പിക്കുന്നു, പ്രതിപക്ഷ പാർട്ടികൾക്ക് മുഴുവൻ മൂക്കുകയറിടുന്നു, അവരെയൊന്നും അനങ്ങാൻ അനുവദിക്കുന്നില്ല. ഈ ഗൗരവതരമായ രാഷ്ട്രീയ പ്രശ്നങ്ങളല്ല പ്രശ്നം. പ്രേമേന്ദ്രൻ ജയിച്ചാൽ BJPയിൽ പോകും, ഇതാണോ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണായുധം? KN ബാലഗോപാൽ കേരളത്തിന്റെ ധനമന്ത്രിയല്ലേ, അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രൈസ്തവ ദേവാലയങ്ങളിലും മുസ്ലിം ദേവാലയങ്ങളിലും പോയി പറയണം ഞാൻ BJP പോയി. എന്തൊരു രാഷ്ട്രീയമാണ് ഈ മനുഷ്യന്? അദ്ദേഹവും ഞാനുമായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 1,48,000 വോട്ട് ഞാൻ ജയിച്ചതല്ലേ. ജയിച്ചിട്ട് അന്നും പറഞ്ഞല്ലോ ഇദ്ദേഹം ഞാൻ BJP പോകുന്നു. BJP പോയോ? ഞാൻ 5 വർഷം BJPക്കെതിരെ പല്ലും നഖവും ഉപയോഗിച്ച് പാർലമെന്റിനകത്ത് എതിർത്ത ഒരാളാണല്ലോ ഞാൻ. ഈ ബാലഗോപാൽ തന്നെയല്ലേ അന്ന് എനിക്കെതിരായി നിന്ന സ്ഥാനാർത്ഥി? ഈ ബാലഗോപാലല്ലേ അന്ന് കോടിയേരി ബാലകൃഷ്ണനെ കൊണ്ട് പറയിപ്പിച്ചത്? എൻ്റെ ക്ലിപ്പിംഗ് ഇപ്പോഴും ഇരിപ്പുണ്ട്. കോടിയേരി ബാലകൃഷ്ണനെ കൊണ്ട് പറയിപ്പിക്കുക, ഇത് പറ BJP പോകുന്നു പറയാമെന്ന് കുത്തി കോടിയേരി ബാലകൃഷ്ണനെ കൊണ്ട് പറയിപ്പിച്ചതാ. ഞാൻ BJP പോകുന്നുള്ള നറേറ്റീവ് ഫിക്സ് ചെയ്തു, അത് തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം വീണ്ടും അദ്ദേഹം ഇറങ്ങി നടന്ന് മുഴുവൻ മതന്യൂനപക്ഷ കേന്ദ്രങ്ങളിലും പറയുകയാണ് ഞാൻ BJP പോവും, സൂക്ഷിച്ചോട്ട് ചെയ്യണം. ക്രൈസ്തവ പുരോഹിതന്മാർ എന്നെ വിളിക്കുക, മൗലവിമാർ എന്നെ വിളിക്കുകയാണ്, സാറേ മന്ത്രി സംസ്ഥാന മന്ത്രി വന്ന് പറഞ്ഞു, CPMന്റെ ഉന്നതനായ നേതാവ് എന്ന് പറഞ്ഞു. എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? ഇത്രയും നിലവാരമില്ലാത്ത വില കുറഞ്ഞ രാഷ്ട്രീയ പ്രചരണം ഇതല്ലാതെ വേറെ സ്ഥാനാർത്ഥി ഫലം കാണും. നേരെ റിയാക്ഷൻ, നെഗറ്റീവ് റിയാക്ഷനാണ്. ഞാൻ ഇന്നും പല മതന്യൂനപക്ഷ കേന്ദ്രങ്ങളിലും പോയി, അവർ വാശിയോടുകൂടി നിൽക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം എന്നെ സംഘീയാക്കാൻ ശ്രമിച്ചു, ഈ പ്രാവശ്യം 10 മടങ്ങ് ശക്തിയോടെ 19 ഈ സ്ഥാനം തന്നെ ഇറക്കാൻ ശ്രമിച്ചതാണ്. 14 പരാജയപ്പെട്ടിട്ടും വീണ്ടും അതുമായി വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് അതാണ് മനസ്സിലാകാത്ത. അപ്പൊ എന്താ അർത്ഥം? കയ്യിൽ മറ്റൊരു ആയുധമില്ല, ഒരു അഴിമതി ആരോപണം പറയാനില്ല, സദാചാര വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് പറയാനില്ല, പാർലമെന്റിൽ പ്രവർത്തിച്ചില്ല എന്ന് പറയാനില്ല, കശുവണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി വർത്തമാനം പറഞ്ഞില്ല എന്ന് പറയാനില്ല, നിയോജക മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയില്ല എന്ന് ഗൗരവതരമായി പറയാൻ കഴിയില്ല. അപ്പൊ പിന്നെ എന്താ പറയുന്നത്? ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തേക്കാൾ കൂടും എന്നുള്ള വിശ്വാസമുണ്ടോ? ഞാൻ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായവും പറഞ്ഞു. ഭൂരിപക്ഷമൊക്കെ ജനവിധിയാണ്, ജനങ്ങളുടെ ഒരു റിയാക്ഷൻ കാണുമ്പോൾ അത്തരം ഒരു അഭിപ്രായത്തിലേക്ക് എത്തേണ്ട സാഹചര്യമുണ്ടോ? കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഭരണവിരുദ്ധ വികാരം അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ വലിയ തോതിലുണ്ട്. സ്വാഭാവികമായും സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അടക്കം അത് പ്രതിഫലിക്കേണ്ടതുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോ രാഷ്ട്രീയ പശ്ചാത്തലമാണ്. ഇപ്പോൾ കഴിഞ്ഞ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വളരെ പ്രധാനപ്പെട്ട 2 ഘടകങ്ങളായിരുന്നു. ഒന്ന് രാഹുൽ ഗാന്ധിയുടെ രംഗപ്രവേശവും ശബരിമല പ്രശ്നം. ആ 2 പ്രശ്നങ്ങൾ ഇപ്പോൾ ആ നിലയിൽ ഇമ്പാക്റ്റ് ഉണ്ടാകണമെന്നില്ല. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റ് പ്രശ്നങ്ങളാണ്. ഒന്ന് കേന്ദ്രവിരുദ്ധ വികാരവും സംസ്ഥാന ഗവൺമെന്റിന്റെ വിരുദ്ധ വികാരവും. അതിനോടൊപ്പം തന്നെ ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. BJPയുടെ നേതൃത്വത്തിലുള്ള വർഗീയ ഫാസിസ്റ്റത്തെയും മതാധിഷ്ഠിത രാഷ്ട്രീയത്തെയും പ്രതിരോധിച്ചും അതിജീവിച്ചും മതേതര ഇന്ത്യ വീണ്ടെടുക്കണമെങ്കിൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും അത് നേതൃത്വം കൊടുക്കുന്ന ഒരു മതേതര ജനാധിപത്യ ചേരിക്ക് മാത്രമേ കഴിയൂ എന്ന വിശ്വാസം നല്ലതുപോലെ ക്യാമ്പയിനിലൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇപ്രാവശ്യം ഞങ്ങൾക്ക് കഴിഞ്ഞു. അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പോസിറ്റീവ് പൊളിറ്റിക്കൽ ആസ്പെക്ട്. ഒരു സംശയം വേണ്ട. അതാണ് മതന്യൂനപക്ഷങ്ങൾ മുഴുവൻ റാലി ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം ഞങ്ങളിപ്പോൾ മുൻകൂട്ടി പറയുന്നതുകൊണ്ടാണ്. കേരളത്തിൽ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിലായി ന്യൂനപക്ഷ സമൂഹത്തെ CPM തെറ്റിദ്ധരിപ്പിച്ചു കൂടെ നിർത്തിയ വലിയ വിഭാഗം അവർക്ക് നിജസ്ഥിതി മനസ്സിലായി. കാരണം പൗരത്വ നിയമ ഭേദഗതി നിയമം പാസ്സായിട്ട് 4 വർഷം കഴിഞ്ഞു. 4 വർഷം കഴിഞ്ഞ് ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അതിനെതിരായിട്ടുള്ള റാലിയായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. പിണറായി വിജയൻ പൗരത്വ സംരക്ഷണ സദസ്സ് സംഘടിപ്പിക്കും. ഇതൊക്കെ കാണുമ്പോൾ മുസ്ലിങ്ങൾക്ക് തിരിയില്ല. അവർക്ക് നല്ലപോലെ മനസ്സിലായി ഇത് കബളിപ്പിക്കാൻ, വോട്ടിന് വേണ്ടി മാത്രം പൗരത്വ നിയമവും അതുപോലെ ബീഫും ഇതെല്ലാം ഓരോ കാലഘട്ടത്തിൽ സദ്ദാം ഹുസൈനും ബീഫും പൗരത്വവുമായിട്ട് ഇറങ്ങുകയാണ്.
ഇത് എത്ര കാലം ഈ സമൂഹത്തെ, ന്യൂനപക്ഷ സമൂഹത്തെ കബളിപ്പിക്കാൻ, പറ്റിക്കാൻ കഴിയും? അവർക്ക് നല്ലതുപോലെ ഇപ്പോൾ തിരിച്ചറിഞ്ഞ് മനസ്സിലായി ഇതല്ല ശരിയായ രാഷ്ട്രീയം. മതേതര ഇന്ത്യയെ വീണ്ടെടുക്കണമെങ്കിൽ 300-ലധികം സീറ്റിൽ മത്സരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധിയെ പോലെ മെറ്റലുള്ള, നല്ല വിൽ പവറും പൊളിറ്റിക്സും അതിനേക്കാൾ സെക്കുലർ ക്രെഡൻഷ്യൽസ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള, ഞാൻ അടിവരയിട്ട് പറയുന്നു, മതേതര രാഷ്ട്രീയത്തിൻ്റെ മൂല്യബോധം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. ഒരു നോൺ കോംപ്രമൈസിങ് സെക്കുലർ ക്രെഡൻഷ്യൽസ് ഉള്ള ആ രാഹുൽ ഗാന്ധിയിലുള്ള അചഞ്ചലമായ ജനങ്ങളുടെ വിശ്വാസവും ഒരു മതേതര ബദലും, അതാണ് ഇതിലെ പോസിറ്റീവ് ആസ്പെക്ട്. ഞാൻ പറഞ്ഞ രണ്ടാമത്തെ നെഗറ്റീവ് ആസ്പെക്ട്സ് ആണ് ആൻറ്റി മോദി, ആൻറ്റി പിണറായി. ഇതെല്ലാം കൂടി ക്ലബ് ചെയ്ത് വരുമ്പോൾ ഏതാണ്ട് 2019 തെരഞ്ഞെടുപ്പിന് സമാനമായിട്ടുള്ള രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് കേരളം രൂപപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴയിൽ KC വേണുഗോപാൽ ആയിരുന്നില്ല സ്ഥാനാർത്ഥി. ഇപ്പോൾ KC വേണുഗോപാൽ ഇവിടെ സ്ഥാനാർത്ഥി കൂടിയായി വന്ന പശ്ചാത്തലത്തിൽ 20 സീറ്റിലും UDF ജയിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആശംസകൾ. താങ്ക് യു.